1948 ഏപ്രിൽ 9 ഫലസ്തീനിലെ ദേർ യസീൻ എന്ന ഗ്രാമം. രാത്രിയുടെ മറപറ്റി നൂറുകണക്കിന് ആയുധധാരികൾ ജെറുസലമിനടുത്തുള്ള ആ ഗ്രാമത്തിലേക്ക് പ്രവേശിച്ചു. ഇസ്രായേൽ എന്ന ജൂതരാഷ്ട്രം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തിൽ രൂപീകൃതമായ ഈഗൺ, ലേഹി തുടങ്ങിയ തീവ്രവാദ സംഘടനകളിലെ കാര്യമായ സായുധ പരിശീലനമൊന്നും ലഭിച്ചിട്ടില്ലാത്ത അംഗങ്ങളായിരുന്നു അധികവും. കൂട്ടിന് ഹാനഗ, പാൽമിക തുടങ്ങിയ സയണിസ്റ്റ് തീവ്രവാദ സംഘങ്ങളിലെ എണ്ണം പറഞ്ഞ കൊലയാളികൾ കൂടി ഉണ്ടായിരുന്നു. പല ഭാഗങ്ങളിലൂടെ അവർ ആ ഗ്രാമത്തിനകത്തെത്തി. വീടുകൾ ഓരോന്നായി അവർ കയറിയിറങ്ങി. മുന്നിൽ കണ്ടവരെയെല്ലാം അവർ കൊന്നുരസിച്ചു. സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത ശേഷം അവർക്കിഷ്ടമുള്ളതുപോലെ വെട്ടിയും കുത്തിയും അറുത്തും വെടിവെച്ചും കൊന്നുകളഞ്ഞു. കുട്ടികളെയും വെറുതെ വിട്ടില്ല. ചുമരിലേക്കെറിഞ്ഞും ചുഴറ്റി നിലത്തടിച്ചും വെടിയുതിർത്തും കുഞ്ഞുങ്ങളെയും അവർ വേട്ടയാടി. ആ രാത്രിയിൽ ദേർ യസീനിലെ നൂറുകണക്കിന് ആളുകളെ അവർ കൊന്നുകളഞ്ഞു. ചിലരെ കെട്ടിവലിച്ച് പടിഞ്ഞാറൻ ജെറുസലേമിൻ്റെ തെരുവുകളിലൂടെ നടത്തി ശേഷം കൊന്നു. ദേർ യസീനിലെ കിരാതമായ ആ കുരുതിയും ആ ഗ്രാമത്തിലെ ചിലരെ ജെറുസലേമിൽ കൊണ്ടുപോയി പരസ്യമായി വെടിവെച്ചു കൊന്നതും ഒരു സന്ദേശമായിരുന്നു. സയണിസം ഫലസ്തീനികൾക്ക് നൽകിയ കൊലവിളികളായിരുന്നു അത്. ലോകം കൂടുതൽ രക്തരൂക്ഷിതവും അനീതി നിറഞ്ഞതുമാവുമെന്ന വിളംബരം കൂടിയായിരുന്നു അത്. സത്യം പറഞ്ഞാൽ സയണിസത്തിൻ്റെ ചരിത്രം തന്നെ അനീതിയുടേതാണ്. കട്ടെടുക്കലിൻ്റെയും കോളനി വാഴ്ചയുടെയും തട്ടിപ്പറിക്കലിൻ്റെയുമാണ്. കുടിയൊഴിപ്പിക്കലിൻ്റെയും അധിനിവേശത്തിൻ്റെയും വംശീയ വെറിയുടേതുമാണ്. ഒരു വേള ചരിത്രത്തിലെ ഏറ്റവും ഹിംസിക്കപ്പെട്ടവരുടെ പിൻഗാമികളായിരുന്നിട്ടുകൂടി അതിലുമേറെ ക്രൂരമായ ഹിംസയുടെ പ്രയോക്താക്കളായി ഒരു വിഭാഗത്തെ പരിവർത്തനം ചെയ്ത വെറുപ്പാണ് സയണിസം. കാളകൂട വിഷമാണ് അത്. ഒരു ജൂതരാഷ്ട്ര നിർമ്മിതി ലക്ഷ്യമാക്കി 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യപൂർവ്വ യൂറോപ്പിൽ ആരംഭിച്ച തീവ്ര വംശീയ ദേശീയ പ്രസ്ഥാനമാണ് സയണിസം. യൂറോപ്പിൽ അക്കാലത്ത് വ്യാപകമായ ആൻറ്റിസെമിറ്റിസത്തിനെതിരെ രൂപം കൊണ്ട സെക്യുലർ മൂവ്മെൻ്റ് എന്ന നിലയിൽ സയണിസം പൊതു ഇടങ്ങളിൽ ഇടപെട്ടു തുടങ്ങിയിരുന്നു. ജൂത നവോത്ഥാനം എന്നറിയപ്പെട്ട ഹസ്കലയുടെ തുടർച്ചയാണ് സയണിസം എന്ന് പ്രചരിപ്പിക്കപ്പെടുക കൂടി ചെയ്തു. ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ ജൂതവിശ്വാസികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അവഗണനയും അനീതിയും അതിക്രമവും അവസാനിക്കണമെങ്കിൽ ജൂതർക്ക് വേണ്ടി ഒരു രാഷ്ട്രം അനിവാര്യമാണെന്ന് സയണിസ്റ്റ് പ്രസ്ഥാനം ആവശ്യപ്പെട്ടു. തിയഡോർ ഹെർസൽ എന്ന ഓസ്ട്രിയൻ ഹംഗേറിയൻ ജൂത നിയമജ്ഞനാണ് സയണിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയദാതാവും പിതാവും. ഹെർസൽ രചിച്ച ദേർ ജുഡാൻസ്റ്റാത്ത് അഥവാ ജൂതരാഷ്ട്രം എന്ന പുസ്തകത്തിൽ ജൂതരുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമായി ഒരു ജൂതരാഷ്ട്രം വേണമെന്ന ആവശ്യം സമർത്ഥിക്കപ്പെട്ടു. കിഴക്കൻ റഷ്യയിലും ഓസ്ട്രിയയിലെ ഗട്ടോകളിലും ജർമ്മനിയുടെയും ഫ്രാൻസിൻ്റെയും തെരുവുകളിലും അപമാനിതരാകുന്ന ജൂതരുടെ മോചനം ജൂതരുടെ സ്വന്തമായൊരു രാഷ്ട്ര നിർമ്മാണത്തിലൂടെ മാത്രമേ സാധ്യമാവൂ എന്നായിരുന്നു ഹെർസലിൻ്റെ വാദം. അതൊരു ആത്മീയ പദ്ധതിയായിരുന്നില്ല, മറിച്ച് മതത്തെ ഉപയോഗിച്ച് ആവിഷ്കരിച്ച രാഷ്ട്രീയ പദ്ധതിയായിരുന്നു സയണിസം. 1897 സ്വിറ്റ്സർലാൻഡിലെ ബേസിലിൽ ചേർന്ന സയണിസ്റ്റ് സമ്മേളനത്തിനിടെ തൻ്റെ ഡയറിയിൽ ഹെർസൽ ഇങ്ങനെ കുറിച്ചിട്ടു: ഇവിടെ ഈ ബേസിലിൽ ഞാനൊരു ജൂതരാഷ്ട്രം സ്ഥാപിച്ചിരിക്കുന്നു. 5 വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു 50 വർഷത്തിനുള്ളിൽ എന്തായാലും ലോകം മുഴുവൻ ആ രാജ്യം കാണുക തന്നെ ചെയ്യും. 50 വർഷങ്ങൾക്കിപ്പുറം ഫലസ്തീനിൽ ഇസ്രായേൽ എന്നൊരു രാജ്യം ഉണ്ടാക്കപ്പെട്ടു എന്നത് ചരിത്രം. സയണിസത്തിൻ്റെ വിൽ എത്രത്തോളമാണ് എന്നതിന് വേറെ എന്ത് തെളിവ് വേണം? പക്ഷേ ഹെർസലിൻ്റെ ആ പ്രവചനം സത്യമാവുമ്പോൾ ലോകം കണ്ടത് വെറുതെ ഒരു ജൂതരാഷ്ട്രമല്ല, കൊളോണിയലിസം തട്ടിയെടുത്ത് നീട്ടിയ ഒരു രാജ്യം. ഫലത്തിൽ സ്വന്തം മണ്ണിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വന്ന ലക്ഷക്കണക്കിന് ആളുകൾ, സ്വന്തം ഭൂമിയിൽ അഭയാർത്ഥികളാവേണ്ടി വന്ന ലക്ഷോപലക്ഷങ്ങൾ. സയണിസം ഇന്നത്തെ പോലെ തന്നെ ലോബിയിങ്ങിലൂടെയാണ് അധികാരത്തിലേക്ക് നടന്നു കയറിയത്. 1-ാം ലോക മഹായുദ്ധകാലത്ത് 1914 ഒട്ടോമൻ സാമ്രാജ്യത്തിനെതിരെ ബ്രിട്ടീഷ് സാമ്രാജ്യം ആരംഭിച്ച യുദ്ധയജ്ഞത്തിൽ ബ്രിട്ടനിലെയും അയർലാൻഡിലെയും ജൂതരുടെ വലിയ പിന്തുണ ലഭിച്ചിരുന്നു. യുദ്ധം ഒട്ടോമൻ സാമ്രാജ്യത്തോട് എന്തു ചെയ്യുമെന്നും അവരുടെ കയ്യിലുള്ള ഫലസ്തീൻ്റെ ഭാവി എന്താവുമെന്നും ബ്രിട്ടീഷ് ഭരണകൂടം ആലോചിക്കുന്നുണ്ടായിരുന്നു. ഇവിടെയാണ് തങ്ങളുടെ സ്വാധീനം ഉപയോഗിച്ച് ഫലസ്തീനിൽ ഒരു ജൂതരാഷ്ട്രം നിർമ്മിക്കുന്നതിന് വേണ്ട നീക്കുപോക്കുകൾ സയണിസ്റ്റുകൾ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഫലസ്തീൻ മാത്രമായിരുന്നില്ല ആ ജൂതരാഷ്ട്രത്തിന് വേണ്ടി പരിഗണിക്കപ്പെട്ട നാടുകൾ. 1905 6ാമത് സയണിസ്റ്റ് സമ്മേളനത്തിൽ ഉഗാണ്ട സ്കീം അവതരിക്കപ്പെട്ടു. ഇന്നത്തെ കെനിയ, ഉഗാണ്ട എന്നീ രാജ്യങ്ങളുടെ ഭാഗമായ ഒരു ഭാഗം അതിനായി കണക്കാക്കപ്പെട്ടിരുന്നു. എന്നാൽ
ബിബ്ലിക്കൽ റഫറൻസുകൾ ചൂണ്ടിക്കാട്ടിയ ഒരു വിഭാഗം ആളുകൾ ഫലസ്തീൻ തന്നെയാണ് ജൂതരുടെ രാഷ്ട്രത്തിന് അനിവാര്യമെന്ന് വാദിച്ചു. വേറെ ഒരു വിഭാഗം പെട്ടെന്നുള്ള രാഷ്ട്ര രൂപീകരണത്തിന് ഉഗാണ്ട സ്കീം അംഗീകരിക്കുന്നതാവും ഉചിതമെന്നും യൂറോപ്പിലെ ജൂതവിരുദ്ധ നയങ്ങളിൽ നിന്ന് ജൂതരുടെ മോചനം പെട്ടെന്നുണ്ടാവട്ടെ എന്നും വാദിച്ചുകൊണ്ടിരുന്നു. ചൂടുപിടിച്ച സംവാദങ്ങൾക്കൊടുവിൽ ഉഗാണ്ട സ്കീം ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത്. ലാറ്റിൻ അമേരിക്കയിലെ അർജന്റീന ജൂതരുടെ രാഷ്ട്രമാക്കാൻ സയനിസ്റ്റുകൾ പരിഗണിച്ചിരുന്നു അത്രേ. ഫലസ്തീന് മേലുള്ള അവകാശവാദം അത്രയൊന്നും കനത്തിട്ടില്ലാത്ത നാളുകളിൽ ധനികരായ ഒട്ടേറെ ജൂതർ അർജന്റീനയിലെ ജൂത കർഷകർക്ക് വലിയ സാമ്പത്തിക സഹായങ്ങൾ ചെയ്തു പോന്നിരുന്നു. കൂടുതൽ ഭൂമി വാങ്ങിച്ചു കൈവശം വെക്കാൻ അവരെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. ഒരു ജൂത സെറ്റിൽമെൻറ്റിന് പറ്റിയ സ്ഥലമാണ് അർജന്റീന എന്ന് പല സയനിസ്റ്റ് പ്രമാണികളും കണക്ക് കൂട്ടി. ഹെർസലിൻ്റെ പുസ്തകത്തിൽ തന്നെ അർജന്റീന ഒരു സാധ്യതയാണ് എന്ന സൂചനയും ഉണ്ടായിരുന്നു. എന്നാൽ കാലക്രമേണ ഫലസ്തീൻ വാദം കനക്കുകയും അർജന്റീനയിലെ ജൂതരാഷ്ട്രം എന്നത് ഇല്ലാതാവുകയും ചെയ്തു. അതുപോലെ സൈപ്രസും ഈജിപ്തിലെ സിനായ് പ്രവിശ്യയും ജൂതരാഷ്ട്ര സംസ്ഥാപനത്തിനായി പരിഗണിക്കപ്പെട്ടിരുന്നു. രണ്ട് നിർദ്ദേശങ്ങളും തള്ളപ്പെട്ടു. സീനായ് ഉപദ്വീപിൽ ശുദ്ധജല ദൗർലഭ്യം ചൂണ്ടിക്കാണിച്ചാണ് പ്രധാനമായും സയനിസ്റ്റുകൾ സീനായ് പ്രപ്പോസൽ നിരസിച്ചത്. കിഴക്കൻ റഷ്യയിലെ ബിറോബിഷോൺ ഒരു ജൂതരാഷ്ട്രത്തിനുള്ള ഇടമായി ചിലരെങ്കിലും പരിഗണിച്ചിരുന്നു. ചൈനയോട് ചേർന്ന് കിടക്കുന്ന ഈ പ്രവിശ്യയിൽ 1920, 1930 കാലയളവിൽ സോവിയറ്റ് യൂണിയൻ ഒരു ജൂത സെറ്റിൽമെൻറ്റിന് സഹായങ്ങൾ ചെയ്തു കൊടുത്തിരുന്നു. സയനിസത്തിന് ബദലായി ഒരു ജൂത ദേശീയതയെ ഉയർത്തിക്കൊണ്ടുവരികയായിരുന്നു ലക്ഷ്യമെങ്കിലും അതും പരാജയപ്പെട്ടു. ഒടുവിൽ ഫലസ്തീൻ തന്നെയായി സയനിസ്റ്റുകളുടെ ലക്ഷ്യം. 1917 ബ്രിട്ടന്റെ ബാൽഫർ പ്രഖ്യാപനം ഉണ്ടായതോടെ ഫലസ്തീൻ്റെ അധോഗതി ആരംഭിച്ചു എന്ന് പറയാം. അന്നത്തെ ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ആയിരുന്ന ആർതർ ബാൽഫർ എഴുതിയ ഒരു കത്താണ് സത്യത്തിൽ ഈ ബാൽഫർ പ്രഖ്യാപനം. ബ്രിട്ടനിലെയും അയർലാൻഡിലെയും ജൂത സമൂഹത്തിന് കൈമാറാൻ വേണ്ടി ബ്രിട്ടനിലെ വലിയ ജൂത പ്രമാണിയായിരുന്ന ലോർഡ് റോത്ത്ഷീൽഡിന് നൽകിയ കത്തായിരുന്നു അത്. 1917 നവംബർ 9 മാധ്യമങ്ങൾ ആ കത്ത് പ്രസിദ്ധീകരിച്ചു. ലോകമഹായുദ്ധത്തിൽ ബ്രിട്ടനോട് തോറ്റുവീണ ഒട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന ഫലസ്തീനിൽ ജൂതരുടെ ഒരു രാഷ്ട്രം നിർമ്മിക്കാമെന്ന വാഗ്ദാനമായിരുന്നു അതിലുണ്ടായിരുന്നത്. സയനിസ്റ്റുകളും സയനിസ്റ്റ് വിരുദ്ധരുമായ ജൂത പ്രതിനിധികളെ വിളിച്ചുകൂട്ടിയായിരുന്നു ബാൽഫർ പ്രഖ്യാപനത്തിൻ്റെ കരട് ബ്രിട്ടീഷ് ക്യാബിനറ്റ് തയ്യാറാക്കിയത്. അപ്പോഴും ഫലസ്തീനിലെ തദ്ദേശീയരായ അറബികളെ അവർ കണക്കിലെടുത്തതേയില്ല. ഫലസ്തീൻ മുഴുവൻ ഇസ്രായേലാകില്ലെന്നും തങ്ങളുടെ വലിയൊരു ഭാഗം ഭൂമിയും ത്യജിക്കാൻ തയ്യാറായ ഫലസ്തീനിലെ അറബികളുടെ മതപരവും സാമൂഹികവുമായ അവകാശങ്ങളെ സംരക്ഷിക്കണമെന്നും ബാൽഫർ കത്തിൽ ഉണ്ടായിരുന്നെങ്കിലും അതിനൊരു വിലയും കൽപ്പിക്കപ്പെട്ടില്ല എന്നത് ഇന്നത്തെ ഈ നിമിഷത്തിലെ കൂടി കാഴ്ചയാണല്ലോ. നാഷണൽ ഹോം എന്നൊരു പ്രയോഗം അതിലുണ്ടായിരുന്നു. അതുവരെയുള്ള രാജ്യാന്തര നിയമങ്ങൾക്ക് പരിചിതമല്ലാത്ത ഒരു സാങ്കേതിക പദമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ അവ്യക്തതകൾ എമ്പാടുമുണ്ടായിരുന്നു. 1939 തദ്ദേശീയരായ അറബികളുടെ താൽപ്പര്യങ്ങൾ കൂടി ആരാഞ്ഞതിന് ശേഷം മാത്രമേ ഇങ്ങനെയൊരു തീരുമാനമെടുക്കാൻ പാടുണ്ടായിരുന്നുള്ളൂ എന്ന് ബ്രിട്ടീഷ് ഭരണത്തിന് 1939 ഒരു ബോധോദയം ഉണ്ടാകുന്നുണ്ടെങ്കിലും അതുകൊണ്ട് മനുഷ്യർക്ക് പ്രത്യേകിച്ച് ഉപകാരമുണ്ടായില്ല. കാരണം ഇതിനകം സയനിസത്തിൻ്റെ അതിമോഹത്തിന് താഴ്വേരുകൾ താഴ്ന്നുപോയിരുന്നു. 2017 ബ്രിട്ടീഷുകാർക്ക് വീണ്ടും ഒരു ഗിൽട്ട് ഉണ്ടായി. അറബികളുടെ പൗരാവകാശങ്ങളും മതപരമായ അവകാശങ്ങളും സംരക്ഷിക്കണമെന്ന് പറഞ്ഞതുപോലെ അവരുടെ രാഷ്ട്രീയമായ അവകാശങ്ങൾ കൂടി സംരക്ഷിക്കണമെന്ന് പറയുകയും സംരക്ഷിക്കുകയും ചെയ്യണമായിരുന്നു എന്ന്. ഏറ്റവും ഒടുവിൽ ഇസ്രായേലുണ്ടായി 7 പതിറ്റാണ്ടുകൾക്കിപ്പുറം ഈ 2025 ഫലസ്തീൻ എന്നൊരു രാജ്യത്തെ ബ്രിട്ടൻ അംഗീകരിക്കുന്നത്. സയനിസത്തിൻ്റെ ഉപജ്ഞാതാവായ തിയഡോർ ഹെർസലിനെ ഇസ്രായേൽ ഔദ്യോഗികമായി വിശേഷിപ്പിക്കുന്നത് ദ സ്പിരിച്വൽ ഫാദർ ഓഫ് ജൂയിഷ് സ്റ്റേറ്റ് എന്നാണ്. 1860 ഇന്നത്തെ ബുഡാപെസ്റ്റിൻ്റെ അന്നത്തെ പെസ്റ്റിൻ്റെ കിഴക്കൻ ഭാഗത്തുള്ള ഒരു ജൂത കോളനിയിലെ ഒരു ധനിക ന്യൂലോഗ് ജൂത കുടുംബത്തിലാണ് ഹെർസൽ ജനിക്കുന്നത്. 44 വയസ്സുവരെ മാത്രമേ അയാൾ ജീവിച്ചിരുന്നുള്ളൂ. ഫ്രാൻസിൽ മാധ്യമപ്രവർത്തകനായിരുന്ന കാലത്താണ് ഹെർസൽ സയനിസ്റ്റ് ആശയങ്ങൾക്ക് രൂപം കൊടുക്കുന്നത്. അതിന് പ്രത്യേകിച്ച് കാരണമായൊരു സംഭവമുണ്ടായി. 1894 ആൽഫ്രഡ് ഡ്രൈഫസ് എന്ന ജൂതനായ ഫ്രഞ്ച് സൈനിക മേധാവിക്ക് നേരെ ഒരു കള്ളക്കേസ് ചുമത്തപ്പെട്ടു. ജർമ്മനിക്ക് വേണ്ടി ചാരപ്പണി നടത്തി എന്നായിരുന്നു കേസ്. ഡ്രൈഫസിന് മേൽ കടുത്ത നടപടികളുണ്ടായി. സൈനിക പദവികൾ എടുത്തു കളയപ്പെട്ടു. ഫ്രഞ്ച് ഗ്വാനയിലെ ഡെവിൾസ് ഐലൻഡിൽ അയാളെ തടവിലാക്കി. പക്ഷേ ഡ്രൈഫസിൻ്റെ നിരപരാധിത്വം തെളിയിക്കുന്ന വിവരങ്ങൾ കൂടി തെളിവുകളായി പുറത്തു വന്നതോടെ ഫ്രഞ്ച് തേർഡ് റിപ്പബ്ലിക്കിനുള്ളിൽ പിളർപ്പുണ്ടായി എന്ന് പറയാം.
ഡ്രൈഫസ് കേസ് ഫ്രാൻസിൽ വലിയ ജൂതവിരുദ്ധ പ്രക്ഷോഭങ്ങളും വ്യവഹാരങ്ങളും സൃഷ്ടിച്ചു. ജൂതരെ മുഴുവൻ കൊന്നുകളയൂ എന്നുവരെ മുദ്രാവാക്യങ്ങൾ ഉയർന്നു. അന്ന് ഫ്രാൻസിൻ്റെ തെരുവുകളിൽ ഹെർസൽ നേരിട്ട് കണ്ട ജൂതവിരുദ്ധത ജൂതരുള്ള മുഴുവൻ നാടുകളിലേക്കും പടരുകയാണെന്നും യൂറോപ്പിനെ ആൻറ്റിസെമിറ്റിസം ഏതാണ്ട് മുഴുവനായി തന്നെ ഗ്രസിച്ചിരിക്കുകയാണെന്നും ബോധ്യപ്പെടുത്തി. ജൂതരുടെ സുരക്ഷിത ജീവിതത്തിന് ഒരു ജൂതരാഷ്ട്രമില്ലാതെ വയ്യെന്നായി ഹെർസലിൻ്റെ വാദം. ജൂതരാഷ്ട്രം എന്ന തൻ്റെ ആശയത്തിന് പിന്തുണയുമായി പല രാജാക്കന്മാരെയും ചക്രവർത്തിമാരെയും ഹെർസൽ പല കാലങ്ങളിൽ സമീപിച്ചുവെങ്കിലും അയാളും അയാളുടെ സയനിസ്റ്റ് താൽപ്പര്യങ്ങളും നിരസിക്കപ്പെടുകയാണ് ഉണ്ടായത്. 1898 യൂറോപ്പിലെ പ്രധാന ശക്തിയായി ഉയർന്നു വന്ന ജർമ്മനിയെ സയനിസ്റ്റ് അജണ്ടയിലേക്ക് അടുപ്പിക്കാനെന്നോണം ഹെർസൽ ഒരു ശ്രമം നടത്തുകയുണ്ടായി. ജർമ്മൻ കൈസറായിരുന്ന വിൽഹം രണ്ടാമനെ ഹെർസൽ സന്ദർശിക്കുകയും ഫലസ്തീനിൽ ഒരു ജൂതരാഷ്ട്രമുണ്ടാക്കാൻ ഒട്ടോമൻ ഭരണാധികാരികളുടെ മേൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ജർമ്മനിയും ഒട്ടോമൻ സാമ്രാജ്യവും നല്ല സൗഹൃദത്തിലുള്ള കാലമായിരുന്നു അത്. 2 തവണ കൈസർ വിൽഹമിനെ കണ്ടെങ്കിലും നിരാശയായിരുന്നു ഹെർസലിന് ലഭിച്ചത്. പക്ഷേ ഈ കൂടിക്കാഴ്ചകൾ ജൂതർക്കിടയിൽ സയനിസത്തിന് വലിയ പ്രതിച്ഛായ നേടിക്കൊടുത്തു. ഫലസ്തീൻ ഭരിക്കുന്നത് ഒട്ടോമൻ സുൽത്താനാണെന്നും അവരോടാണ് ഇക്കാര്യം സംസാരിക്കേണ്ടതെന്നും കൈസർ ഹെർസലിനോട് പറഞ്ഞിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഹെർസൽ സുൽത്താൻ അബ്ദുൽ ഹമീദ് രണ്ടാമനെ ചെന്ന് കണ്ടെങ്കിലും ആ ചർച്ചയും പരാജയപ്പെട്ടു. അന്നത്തെ മാർപ്പാപ്പയായിരുന്ന പോപ്പ് പയസ് 10 ഹെർസൽ സമീപിക്കുന്നുണ്ടെങ്കിലും ഹെർസലിന് അവിടെയും പിന്തുണ ലഭിച്ചില്ല. അതുമാത്രമല്ല, ജൂതർ ദൈവവിളി നിഷേധിക്കപ്പെട്ടവരായിരിക്കുന്നിടത്തോളം കാലം അവർക്ക് അനുകൂലമായൊരു പ്രഖ്യാപനം കത്തോലിക്കാ സഭ നടത്തില്ലെന്ന് വത്തിക്കാനിലെ പ്രത്യേക ചുമതലകളുണ്ടായിരുന്ന കർദിനാൾ റാഫേൽ തീർത്തു പറഞ്ഞു. നിരവധി നയതന്ത്ര ശ്രമങ്ങൾ പലരുമായും ഹെർസൽ നടത്തിയെങ്കിലും ആകെ വിജയിച്ചത് ബ്രിട്ടീഷ് കൊളോണിയൽ സെക്രട്ടറി ആയിരുന്ന ജോസഫ് ഷെംബർലൈൻ്റെ അടുത്തു മാത്രമാണ്. അങ്ങനെയാണ് ബ്രിട്ടീഷ് കോളനികളിലും അവർക്ക് അധികാരമുണ്ടായിരുന്ന ഇടങ്ങളിലും ജൂതരാജ്യത്തിനുള്ള സാധ്യതകൾ അന്വേഷിക്കപ്പെടുന്നത്. അങ്ങനെയാണ് ഉഗാണ്ട പ്ലാനും സീനായി പ്രപ്പോസലുമൊക്കെ ഉരുത്തിരിയുന്നത്. ബാൽഫർ പ്രഖ്യാപനത്തിന് ശേഷം ബ്രിട്ടീഷുകാരും സയനിസ്റ്റ് പോരാളികളും ഫലസ്തീനിൽ ആക്രമണങ്ങൾ നടത്തി. ഫ്രാൻസും ബ്രിട്ടനും പങ്കിട്ടെടുത്ത ഒട്ടോമൻ പ്രവിശ്യകളിൽ ബ്രിട്ടന്റെ അധികാരപരിധിയിൽ വന്ന ഭാഗമായിരുന്നു ഫലസ്തീൻ. അതിനെ അവർ മാൻഡേറ്ററി ഫലസ്തീൻ എന്ന് വിളിച്ചു. ഈ ഭൂവിഭാഗം ലീഗ് ഓഫ് നേഷൻസിന്റെ ഇടപെടലിനാൽ ബ്രിട്ടന് നൽകുമ്പോൾ ബാൽഫർ പ്രഖ്യാപനം നടപ്പിലാക്കണം എന്ന് ഓർമ്മിപ്പിക്കുക കൂടി ചെയ്തിരുന്നു. ഇവിടേക്ക് 1920-കൾ മുതൽ ജൂതർ വന്നു തുടങ്ങി. ജൂതരുടെ ഫലസ്തീനിലേക്കുള്ള കൂട്ടമായ വരവുകളെ ആലിയ എന്നാണ് വിളിക്കുന്നത്. ഓരോ ആലിയകളിലും 10,000-ങ്ങളാണ് വന്നു ചേർന്നത്. സമാധാനത്തോടെ ഇടം തേടിയവരെ ആദ്യം അറബികൾ സ്വീകരിച്ചു. വീടുകൾ നൽകി, വയലുകൾ പകുത്തു നൽകി. എന്നാൽ സയനിസ്റ്റുകൾ ബലപ്രയോഗം നടത്തി തദ്ദേശീയ അറബികളെ കുടിയൊഴിപ്പിക്കാൻ തുടങ്ങി. ഇത് ഇടയ്ക്കിടെ കലാപങ്ങളും ഉണ്ടാക്കി. എങ്കിലും 1930-കളിൽ യൂറോപ്പിലുണ്ടായ ജൂതവേട്ട, പ്രത്യേകിച്ചും ജർമ്മനിയിലും പോളണ്ടിലുമൊക്കെ നടന്ന ജൂതവിരുദ്ധ വംശഹത്യാ മൂവ്മെൻറ്റുകൾ അറബികൾക്കിടയിൽ ഫലസ്തീനിലെത്തുന്ന ജൂതരോട് ഒരു കനിവ് തോന്നുന്നതിന് കാരണമായി. പക്ഷേ ഫലസ്തീനിലേക്കുള്ള സയനിസ്റ്റ് കുടിയേറ്റം അസാധാരണമാം വിധം വർദ്ധിക്കുകയും വന്നു ചേരുന്നവരുടെ സ്വഭാവം അധിനിവേശമാവുകയും ചെയ്തു. 1936-ലെ അറബ് പ്രതിരോധത്തെ ബ്രിട്ടനും സയനിസ്റ്റ് മിലിഷ്യയായിരുന്ന ഹാഗനെയും ക്രൂരമായി അടിച്ചമർത്തി. അന്നത്തെ തദ്ദേശീയ അറബ് ജനസംഖ്യയുടെ 10% ആളുകളെ കൊല്ലുകയോ പരിക്കേൽപ്പിക്കുകയോ തുറുങ്കിലടക്കുകയോ നാടുകടത്തുകയോ ചെയ്തു. 1939-ൽ ബ്രിട്ടൻ ഒരു ധവളപത്രം അവതരിപ്പിച്ചു. ഫലസ്തീനിലേക്കുള്ള ജൂത കുടിയേറ്റം നിയന്ത്രിക്കണമെന്നായിരുന്നു അതിൻ്റെ ഉദ്ദേശം. എന്നാൽ ഹാഗന തീവ്രവാദികൾ ആയിരക്കണക്കിന് ജൂതരെ കപ്പൽ മാർഗം ഫലസ്തീനിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തി. ഇത് ബ്രിട്ടന്റെ റോയൽ നേവി തടയുകയും അഭയാർത്ഥികളെ സൈപ്രസിലെ ക്യാമ്പുകളിൽ പാർപ്പിക്കുകയും ചെയ്തു. ഫലസ്തീനിലെ ബ്രിട്ടീഷ് കാര്യാലയം ഹാഗന തീവ്രവാദികളെന്ന് ആക്രമിച്ചു. 91 പേരാണെന്ന് കൊല്ലപ്പെട്ടത്. ഇത് ബ്രിട്ടനിൽ വലിയ ജൂതവിരുദ്ധ വികാരമുണ്ടാക്കി. ഫലസ്തീനിൽ ബ്രിട്ടന് നേരെ സയനിസ്റ്റ് ഭീകരരുടെ ആക്രമണങ്ങൾ തുടർന്നു. ഇതിനിടെ വിഷയം ഐക്യരാഷ്ട്രസഭയുടെ മുന്നിലുമെത്തി. 1947 ജൂലൈ മാസം UN ഒരു പരിഹാരം നിർദ്ദേശിച്ചു. ഫലസ്തീൻ വിഭജിച്ച് ഒരു അറബ് രാജ്യവും ഒരു ജൂതരാഷ്ട്രവും നിർമ്മിക്കുക. കൂടെ ജെറുസലേം രാജ്യാന്തര സംരക്ഷണത്തിലുള്ള ഒരു സ്വതന്ത്ര നഗരമായി നിലനിർത്തുക. ജനസംഖ്യാനുപാതികമായി നീതിയുക്തമായി നോക്കിയാൽ ഫലസ്തീനികൾ വഞ്ചിക്കപ്പെട്ടുവെന്ന് ചൂണ്ടിക്കാട്ടി മറ്റു അറബ് രാജ്യങ്ങൾ ഈ പ്രപ്പോസലിനെ എതിർത്തു. അതിനിടെ 1948 മെയ് 15-ന് ബ്രിട്ടീഷ് മാൻഡേറ്റ് അവസാനിക്കുകയാണെന്ന് പ്രഖ്യാപിക്കുക കൂടി ചെയ്തു. അതോടെ അറബ് ജൂത സംഘടനം മൂർധന്യത്തിലെത്തി. മെയ് 14-ന് ബ്രിട്ടീഷ് മാൻഡേറ്റ് തീരുന്നതിൻ്റെ തലേന്ന്
ദാവീദ് ബെൻ ഗൂറിയൻ ഇസ്രായേൽ എന്നൊരു രാജ്യം പിറവിയെടുക്കുന്നു എന്ന് പ്രഖ്യാപിച്ചിരുന്നു. തുടർന്ന് അറബ് ഇസ്രായേൽ യുദ്ധം നടന്നു. യുദ്ധത്തിൽ ഇസ്രായേൽ വിജയിച്ചു എന്ന് പറയാം. തുടർന്ന് നഖബ എന്ന ആധുനിക ചരിത്രത്തിലെ ഏറ്റവും ദയനീയമായ പാലായനങ്ങളിൽ ഒന്ന് സംഭവിച്ചു. ലക്ഷക്കണക്കിന് ആളുകൾ കുടിയിറക്കപ്പെട്ടു. അനേകമായിരം ആളുകൾ കൊല ചെയ്യപ്പെട്ടു. വംശനിഷ്കാസനത്തിൻ്റെ അതിക്രൂരതകൾ ഇപ്പോഴും തുടരുകയാണ് എന്ന് നമ്മൾ കാണുന്നു. ഇസ്രായേൽ രൂപീകരണം മുതൽക്കിങ്ങോട്ട് കഴിഞ്ഞ 7.5 പതിറ്റാണ്ട് കാലത്തെ സയനിസത്തിൻ്റെ ചരിത്രത്തിലേക്ക് ഈ എപ്പിസോഡ് തൽക്കാലം പോകുന്നില്ല. ആ ചരിത്രം ഒരു എപ്പിസോഡ് കൊണ്ട് പറഞ്ഞു തീർക്കാൻ കഴിയാത്തത്ര ദീർഘമായ അനീതിയുടെ ഏടുകളാണ്. സത്യം പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ കാലമായി നീണ്ടു നിൽക്കുന്ന അധിനിവേശ ഭീകരതയുടെ പേരാണ് സയനിസം. അനീതിയും വഞ്ചനയുമാണ് അവരുടെ വിലാസം. ഗാസയിൽ ബോംബ് വർഷിച്ചും മനുഷ്യരെ പട്ടിണിക്കിട്ടും സയനിസം ഓരോ ദിവസവും അതിൻ്റെ ക്രൂര വിനോദത്തിൽ പൂർണ്ണത തേടുകയാണ്. വെസ്റ്റ് ബാങ്കിലാവട്ടെ അത് ഫലസ്തീനികളെ കുടിയിറക്കിയും അനധികൃതമായി തടവിൽ പിടിച്ചും ഫലസ്തീനികളുടെ വീടും വയലും തോട്ടങ്ങളും അരുവികളും വരെ കൈക്കലാക്കുന്നു. മൊസാദിൻ്റെ ചാരവലയങ്ങളെ പേടിച്ച് ലോകരാജ്യങ്ങളിൽ പലതും ഇസ്രായേലിൻ്റെ അധിനിവേശത്തിന് നേരെ കണ്ണടക്കുന്നു. IDFൻ്റെ നരനായാട്ട് തുടരുമ്പോഴും ലോകശക്തികൾ ആവർത്തിച്ചാവർത്തിച്ച് സൈനിക സന്നാഹങ്ങൾ സയണിസത്തിനായി ഒരുക്കി നൽകുകയാണ്. അമേരിക്ക അടക്കമുള്ള ലോകശക്തികളുടെ രാഷ്ട്രീയത്തെയും വിദേശ നയത്തെയും സ്വാധീനിക്കാൻ മാത്രം കെൽപ്പുള്ള ലോബിയിങ് സംവിധാനങ്ങൾ ഇന്ന് സയണിസത്തിനുണ്ട്. പട്ടാപ്പകലിൽ ലോകം മുഴുവൻ നോക്കി നിൽക്കെ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ കൊല്ലാൻ മാത്രം ധൈര്യമുള്ള ഇങ്ങനെ ഒരു 100 കൊടും കുറ്റങ്ങൾ ചെയ്താലും മാനവികതയ്ക്കെതിരായ മഹാപരാധങ്ങൾ ചെയ്യുന്നുവെന്നാലും ഒരു ചുക്കും സംഭവിക്കാത്ത മട്ടിൽ മുന്നോട്ടു പോകാൻ കഴിയുന്ന മനോനിലയുള്ള ഏറ്റവും അപകടം പിടിച്ച വിദ്വേഷ പദ്ധതിയാണ് സയണിസം. മാനവികതയെ കാർന്നു തിന്നുന്ന ഒരുതരം അർബുദം, ഒരുപക്ഷെ മരുന്നും പരിഹാരവുമില്ലാത്ത ഒരു മാറാരോഗം.